അസ്സലാമു അലൈക്കും. സഹോദര സമുദായങ്ങൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. എല്ലാവർക്കും നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ മലയാളികൾ, സൗത്ത് ഇന്ത്യൻസ് കൂടുതൽ പേരും വെള്ളത്തുണി എടുക്കുന്നവരാണ്, എടുക്കുന്നവരാണ്. ഞാൻ പല ഫംഗ്ഷനുകളിലും പങ്കെടുക്കുന്നു, കല്യാണങ്ങളോ പിന്നെ പല പരിപാടികളിലും പങ്കെടുക്കുന്ന സമയത്ത് ഈ തുണി എങ്ങനെ എടുക്കണമെന്ന് അറിയാത്തവരാണ് കൂടുതൽ പേരെയും ഞാൻ കണ്ടത്. ചിലർ കാണാം തുണി ഈ കര വലതു ഭാഗത്തേക്കും, ചിലർ ഇടതു ഭാഗത്തേക്കും, ചിലർ കാണാം ഇവിടെ ഒന്നായിട്ട് കുത്തിക്കൂടിയ നിലയിൽ കുത്തിട്ടുള്ള പല രൂപത്തിലുള്ള രൂപത്തിലാണ് തുണി എടുക്കുക. അപ്പോൾ ഈ തുണി എങ്ങനെ വൃത്തി നല്ല നിലയിൽ എടുക്കാമെന്ന് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക്. ആദ്യമായി നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് കളറിലുള്ള ഷർട്ടാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഷർട്ടിൻ്റെ അതേ കളറിൽ കരയുള്ള തുണി എടുക്കാൻ ശ്രമിക്കുക. അതാണ് ആദ്യത്തേത്. കാരണം അതാണ് വൃത്തി നിൽക്കുന്നത്. പലരും ഒന്ന് കണ്ടുവരുന്നത് എന്താ വെച്ചാൽ, ഷർട്ട് പച്ച കളറാണെന്നുണ്ടെങ്കിൽ തുണിയുടെ കര കറുപ്പും നീലയും പല കളറും. ഇത് ഒരു കളറാകുമ്പോഴാണ് നമ്മൾ എടുക്കുന്ന തുണിയുടെ നല്ല വൃത്തി കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ തുണി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, തുണി പല വിധത്തിലുണ്ട്. തുണിയുടെ നീളം 4 മീറ്ററുണ്ട്, അത് 370, 380 എന്നീ രൂപത്തിലുണ്ട്. അത് നമുക്ക് എങ്ങനെയെന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ, നമ്മളെ തുണിയുടെ ആ പരസ്യത്തിൻ്റെ, കമ്പനിയുടെ പരസ്യത്തിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ടാകും തുണിയുടെ നീളവും വീതിയുമെല്ലാം. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ അത് ശ്രദ്ധിക്കുക. പിന്നെ തുണി എങ്ങനെയാണ് നമ്മൾ തുണി എടുക്കേണ്ടതെന്ന് വെച്ചാൽ, തുണി നമ്മൾ ഇപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺ സെൻറ്ററിലാണല്ലോ വരുന്നത്. ഇതിന് കണക്കായിട്ടായിരിക്കണം നമ്മുടെ ഈ കര വരുന്നത്. അതാണ് തുണി എടുക്കുമ്പോൾ ഉണ്ടാകുക കൂടുതൽ ഭംഗി നൽകുന്നത്. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന ഒരു ടിപ്പാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, കര പിടിച്ചിട്ട് നമ്മുടെ ഈ ഷർട്ടിൻ്റെ ആ ലെവലിൽ പിടിക്കുക. ഇത് പിടിച്ചു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ കര, ഈ തല നമ്മൾ സാരിക്ക്, സ്ത്രീകളൊക്കെ പിന്നെ അറിയാമല്ലോ സാരിക്ക് നെറി എങ്ങനെയാണ് എടുക്കുന്നത് എന്ന്, അതേ രൂപത്തിൽ തുണിയുടെ ഈ കര നെറി എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കുത്തിക്കൂടി സൈഡിലൊന്നും നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെറി രൂപത്തിലെടുക്കുന്നത്. എന്നിട്ട് ഇത് വളരെ ടൈറ്റാക്കിയിട്ട് നമ്മൾ ഇടതു ഭാഗത്തേക്കാണെങ്കിൽ ഇടതു ഭാഗത്തേക്ക്, വലതു ഭാഗത്തേക്കാണെങ്കിൽ വലതു ഭാഗത്തേക്ക്, ഏത് സൈഡിലേക്കാണോ എടുക്കുന്നത് അവിടേക്ക് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ കര സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഈ കര സെൻറ്ററിൽ വന്നിട്ട് വളരെ ഭംഗിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തുണിയുടെ കരയും ഷർട്ടിൻ്റെ സെൻറ്ററും, അതായത് ബട്ടൻ്റെതും ഒരേ ലെവലിൽ വരും. ഇതാണ് തുണി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്. കാരണം അതാണ് കൂടുതൽ വൃത്തി നൽകുന്നത്. ഓക്കെ. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പിന്നെ തുണി എടുക്കുന്ന സമയത്ത് ഈ കരകൾ, 2 കരകളും ചില പിന്നെ തുണിയുടെ എന്തെന്ന് വെച്ചാൽ അകവും പുറവും വ്യത്യസ്തമായിരിക്കും. കരകൾ വ്യത്യസ്തമായിട്ടായിരിക്കും. ഇത് തുണി എടുത്തതിന് ശേഷം നമ്മൾ 2 കരകൾ, ഇതിൻ്റെ കരകൾ ഒരുമിച്ച് പിടിച്ചിട്ട് കൂടുതലുള്ള ഭാഗം നമുക്ക് അത് വെട്ടിക്കളയാവുന്നതാവുന്നു കഴിഞ്ഞാലും, അപ്പോൾ ഈ വീതിയുള്ള തുണി കൂടുതലുള്ളവരാണെങ്കിൽ അത് കുറച്ച് വീതി കുറയുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ ഇതിൻ്റെ ഈ കമൻറ്റിൽ നിങ്ങൾക്ക് എഴുതാവുന്നതുമാണ്. ഓക്കെ, ബൈ.